ഇറാനെതിരെ പ്രവർത്തിക്കാത്ത രാജ്യങ്ങൾക്ക് ഇനി ഹോർമൂസിലൂടെ കടന്നു പോകാം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലെ ഇറാനെതിരെ പ്രവർത്തിച്ച രാജ്യങ്ങൾക്ക്, അതായത് അമേരിക്കക്കും അതേപോലെ തന്നെ UAE അല്ലെങ്കിൽ ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഇറാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് യൂറോപ്പ് ഇറാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം. അതായത് ഹോർമൂസിലൂടെ കപ്പൽ കടത്തിവിടുന്ന കാര്യത്തിൽ ഇറാനുമായിട്ട് യൂറോപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഇറാന് ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 5-6 കപ്പലുകൾ ഇങ്ങനെ ഈ ഹോർമൂസിന് പുറത്തിങ്ങനെ നിരത്തിയിട്ടിട്ട് ഒരെണ്ണത്തിന് ഇതുവഴി കടത്തിവിടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ഭീമന്മാരുണ്ടല്ലോ, അന്താരാഷ്ട്ര ഗുണ്ടകൾ. അവർക്ക് പുല്ലുവിലയാണ് ഇപ്പോൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഫ്രാൻസിന്റെ അതേപോലെ തന്നെ UK-ന്റെ ഒക്കെ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. അതായത് ഇത് ഫ്രഞ്ച് കപ്പൽ ഈ പറയുന്ന അറബിക്കടലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. അതായത് അത്തരം ഇന്റർനാഷണൽ മൂവ്മെന്റുകൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഇറാൻ ആദ്യമേ എടുക്കുകയാണ്. അതായത് ഇറാനുമായിട്ട് ശത്രുതയില്ലെങ്കിൽ, ഇറാനെതിരെയുള്ള ഓപ്പറേഷനിൽ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടായിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടാം. പക്ഷെ അത് ഇറാന് ഫീസ് കൊടുത്തിട്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും മാസങ്ങളായിട്ട് ഹോർമൂസിൽ കെട്ടിക്കിടക്കുന്ന കപ്പലുകൾക്കും അതേപോലെ തന്നെ എണ്ണയുടെ ലഭ്യത പ്രശ്നമുള്ള യൂറോപ്പിനും ഒരു ആശ്വാസമാവും ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇറാനുമായിട്ട് ഒരു ടോക്കിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം കൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ എപ്പിക് ഫ്യൂറി കൊണ്ടോ അമേരിക്കയുടെ സാന്നിധ്യമോ ഹോർമൂസിനെ തുറക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഹോർമൂസിലൂടെ കപ്പലുകൾ പുറത്തേക്ക് കടക്കുന്നതിനോ ഒരു തരത്തിലുള്ള സഹായവും ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ കുറെ പട്ടാളക്കാരെ കുറെ കപ്പലിൽ കൊണ്ടുപോയിട്ട് അവരെ തീറ്റിപ്പോറ്റുക എന്നല്ലാതെ, അതേപോലെ തന്നെ ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റുകൾക്ക് നേരെയുള്ള അറ്റാക്കുകൾ നടത്തുക, അതേപോലെ തന്നെ ഇറാനിലോട്ട് കപ്പലുകൾ പോകുന്നുണ്ടോ, ഇറാൻ പോർട്ടിന്റെ തീരത്തേക്ക് കപ്പലുകൾ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, ഈ പരിപാടികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 100-800 കപ്പലുകൾ ഹോർമൂസിൽ കുടുങ്ങി കിടക്കുമ്പോൾ ആ കുടുങ്ങി കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാനായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് ഫ്രീഡം കൊണ്ട് ചെന്നപ്പോൾ സൗദി അറേബ്യ അതിന് നല്ല പണിയും കൊടുത്തു എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള ആക്ഷന്, അതുപോലെ പ്രൊജക്ട് ഫ്രീഡത്തിന് ആവശ്യമായിട്ടുള്ള ഫ്ലൈറ്റുകളുടെ ടേക്ക് ഓഫിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ ഭൂമി ഉപയോഗിക്കാൻ പറ്റത്തില്ല, എയർബേസുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് സൗദിയും കൂടെ പോയപ്പോൾ പ്രൊജക്ട് ഫ്രീഡം അവിടെ നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇന്റർനാഷണലി ഇത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇറാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായിട്ട് വരുന്നത്. മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ഇസ്രായേലും അമേരിക്കയും കടക്കുന്നു എന്നുള്ളത്. അതായത് ആദ്യത്തെ ഓപ്പറേഷൻ ഫ്യൂറിയിൽ ഇറാനെതിരെ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് അമേരിക്കൻ ഇസ്രായേലും നടത്തിയിട്ടുണ്ട്. അതുപോലത്തെ അടുത്ത ഘട്ടം, ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മാസീവ് ആയിട്ടുള്ള അറ്റാക്കിലേക്ക് അമേരിക്ക പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അമേരിക്കക്കിടെ തന്നെ 2 വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും റിഫ്റ്റും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ അറ്റാക്ക് തന്നെ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ചെലവും അമേരിക്കക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആദ്യത്തെ എപ്പിക് ഫ്യൂറി നടന്നതിന് ശേഷം പെട്രോളിന്റെ വില കുതിച്ചുയർന്നു. അപ്പൊ ഇതിപ്പോ ഉയർന്ന ലെവലിലാണ് ഇപ്പൊ പെട്രോളിന്റെ വില നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ 3 രൂപയോളം വർദ്ധിപ്പിച്ചു ഇതിന്. അപ്പൊ ആ സാഹചര്യത്തില് 2.0 ആയിട്ട് ഇനി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലോട്ട് പോകും. ഓൾറെഡി അമേരിക്കയിലെ ഈ പെട്രോളിന്റെ വിലക്കയറ്റം കാരണം പല സാധനങ്ങൾക്കുള്ള വിലക്കയറ്റവും അതേപോലെ തന്നെ അമേരിക്കൻ സൊസൈറ്റിയിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് അടുത്ത എപ്പിക് ഫ്യൂറി 2.0 ആയിട്ട് ഇറാനിലോട്ട് ചെല്ലാൻ പോകുന്നത്. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പെട്രോളിന്റെ ഡീസലിന്റെ വില വീണ്ടും കൂടുകയും അമേരിക്കയിൽ തന്നെ പല സാധനങ്ങളുടെയും അവശ്യ സാധനങ്ങളുടെയും പ്രൈസ് ഹൈക്ക് അത് പീക്ക് ലെവലിലോട്ട് പോകാൻ കൂടെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 2 തല മൂർച്ചയുള്ള ഒരു വാളും കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ
കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അതിന്റെ നേരെ ഓപ്പോസിറ്റ് തലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ പല തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലേക്കും പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ടോക്കും ആക്സസും ഇറാന് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നു. ഇറാൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ തങ്ങളുടെ കപ്പലുകൾ ഹോർമൂസിലൂടെ കടന്നു പോവുള്ളൂ എന്ന തീരുമാനത്തിലേക്കും അത് പല ലോകരാജ്യങ്ങളും എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും ബംഗ്ലാദേശിന്റെ ഒക്കെ കപ്പലുകൾ ധാരാളമായിട്ട് തന്നെ ഹോർമൂസിലൂടെ ഇപ്പൊ പോകുന്നുണ്ട്. അത് ഈ പറയുന്ന ഫ്ലാഗുകൾ ചേഞ്ച് ചെയ്തിട്ടും അതേപോലെ തന്നെ ഫ്ലൈറ്റിന്റെ മൂവ്മെന്റ് ഡാറ്റ നാവിഗേഷൻ ഓഫ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഗോസ്റ്റ് ഫ്ലീറ്റിലോട്ട് ഈ പറയുന്ന ഓയിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ വേറെ കുറെ മണ്ടന്മാര് ഈ പറയുന്ന കടലിൽ നിരന്ന് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ഇറാൻ പറയുന്നത്, ഞങ്ങൾക്ക് മേലെ അറ്റാക്ക് നടത്താത്ത, ഞങ്ങളുടെ നേരെയുള്ള അറ്റാക്കിന് സഹായം ചെയ്യാത്ത രാജ്യങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ കടത്തിവിടും. ഞങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്ത, ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ സഹായിച്ച രാജ്യങ്ങളുടെ ഒരു കപ്പലുകളും കടത്തിവിടത്തില്ല, എന്നേക്കുമായി അവരെ ബ്ലോക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിലേക്ക് ഇറാൻ ഇപ്പോൾ കടക്കുന്നത്.